ശരി വൈകിട്ട് വരടാ. ടിപ്പു സുൽത്താൻ എത്തിയാ. നീ ഡിവൈഎസ്പിയുടെ പോരല്ലേ ഏത് പത്രം ഇട്ടത്? മാതൃരാജ്യം. ഉള്ള തെറി മൊത്തം കേട്ടോ ഞാനാ. നീ എന്റെ ഓർഡർ ഒന്നും മാറ്റാതിക്കണ്ട, ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊന്നും മാറിയിട്ടില്ല. മാറ്റണ്ട, നീ ഇടയ്ക്ക് എല്ലാം കണക്കാ. ആ കുരുപ്പ് ചിന്തോ ചക്കരൊന്നുമില്ല. പോളിച്ചന്റെ അടുത്തും പള്ളീന്റെ അടുത്തും ചേലമ്പിടിനാടെയും ഞാൻ തന്നെ ഇടണം. ശിവോട്ടം കയറി ഞാൻ ഇറക്കി തരാം. ഈര ഇതിപ്പോ ഏടൊക്കെ ഇട്ട് കളയാ. ആടെ കളയണം, ഇങ്ങോട്ട് കൊണ്ടുപോയി എന്റെ ബാഗ് വെക്കാം. നിനക്കെന്തിനാ ഇത് തോണി ഉണ്ടാക്കാൻ? എനിക്ക് ഒരാവശ്യമുണ്ട്. നിങ്ങള് കേറി ശിവോട്ടാ. കേറുന്നല്ലേ? ആ കമ്പി ചവിട്ടി നിക്ക്. ആ കേറിയില്ലേ ശിവോട്ട? നിങ്ങളെ കാല് കുറച്ച് ഇറക്കി വെച്ചേ. ബാക്കിൽ വല്ല വണ്ടി വരുന്നുണ്ടോ നോക്കിയേ. ഒന്നുമില്ല പോട്ടെ. ശിവോട്ടാ പിടിച്ചു വന്നോട്ടോ, ഇപ്പൊ തന്നെ ലേറ്റാ. സ്പീഡ് അധികം വേണ്ട കേട്ടാ. നീ ഇന്നത്തെ ഫ്രണ്ട് വഴി ഉണ്ടാ ഫുള്ളും നമ്മുടെ നാട്ടിലെ വാർത്തകളാ. നമ്മുടെ നാട്ടിലെയോ? മൊത്തം വർഗീയതാണ്. എന്തെന്ന് ശിവോട്ടാ? IDF-ഉം JSS-ഉം തമ്മിലുള്ള ഒന്ന്. പിന്നെ ആ കത്തനാരച്ചൻ എന്തെന്നാ സോബിന ഫാദർ ജോബിനല്ലേ? അതെ, എല്ലാ അർത്ഥത്തിലും ജോബിന് ഫാദറായി. കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിപ്പോയി. അല്ല എനിക്കും കുറച്ചുപേരെ വെടിവെച്ചു പോലെ ഉണ്ടായിരുന്നു. എടാ പേപ്പർ, ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യവും നിനക്കുണ്ട്? എന്നെ വെല്ലു സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുമ്പോഴേ അതിനൊരു വിലയുള്ളൂ, മനസ്സിലായോ? നല്ല വില. എന്തെങ്കിലും ഉണങ്ങിട്ട് നിനക്ക് ഇനി 9-10 ജോൺസൺ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ പ്രവചിക്കല്ലേ മിസ്റ്റർ വെല്ലു, ബസ്സൊക്കെ കിട്ടും. ഒട്ടും അതിനല്ലേ ഇത്. എടാ അവിടെ നിന്നേ. നീ വൈകിട്ട് വരുമ്പോഴേ ഒരു മൃതസഞ്ജീവിനി മേടിച്ചിട്ട് വരണം. എന്നാ അതൊന്നും വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. എൻ്റെ ഒരു 150 രൂപയുണ്ട്. എന്ത് കുന്തായാലും വേണ്ടില്ല, വൈകിട്ട് സാധനം ഇവിടെ എത്തും. ഞാൻ മേടിച്ചോളാം. എടൂർ വരെ റോഡ് പോയ 2-2.5 കിലോമീറ്റർ എടുക്കും. അത് റിസ്ക്കാ. എന്തെങ്കിലും ഒരു ദിവസം എന്റെ ഈ കിട്ടൂടാ നിന്നെ. വേണോട്ടാ, എന്നെ ഇന്ന് തട്ടിയെടുത്താ ബുക്ക് ഇതാ വേണോട്ടാ. ബുക്ക് മാത്രമല്ലടാ, ഈ കുടച്ചക്രം ചേർത്ത് കുറെ ഐറ്റംസ് ഇടിയിട്ടുണ്ട്. എന്റെ വേണോടെ ബാക്കി എല്ലാം നിങ്ങൾ വെച്ചോ, എനിക്ക് ആ ബുക്ക് മാത്രമേ തന്നാ മതി. ഓടച്ചക്ക ബസ് കിട്ടണ ബാഗ് വിട്ടോ, എന്നോട് പോയൂടാ. പണിയാണല്ലോ. ജോൺസൺ പോയല്ലോ, നമ്മൾ പേര് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി 10:15 ശരണ കിട്ടും. താങ്ക്സ് ഇക്ക. ആവശ്യത്തിന് നോക്കുമ്പോൾ ഒറ്റ ഓട്ടം കാണൂല. ബെൻഹിൽ സ്കൂള് 45 ഉറുപ്പിയാവും. പിന്നെ അവിടെ എത്തിയിട്ട് പറഞ്ഞില്ല കേട്ടില്ലെന്ന് പറയരുത്. ഓക്കെ, ഒറ്റ മിനിറ്റ്. വേമ്പാടോ. വരുവാ ചേട്ടാ, നോക്കിക്കണേ.
വിട്ടോ. ഇവിടെ തലത്തേക്കിട്ടോ ഇതൊന്നും സ്കൂളുകാരും പഠിപ്പിക്കുന്നില്ലേ? ചേട്ടൻ നേരെ നോക്കി വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇരിക്കും. കൊലയൊക്കെ കയറ്റി കൊല്ലാകൊലയാണല്ലോ ചേട്ടാ. കാലമാറ്റ് ഇവിടെ കായ്മെന്ന് കാലമാറ്റ് കടയിലേക്ക് ഉള്ളതാ. ഡാമേജ് ആയാലും എടുക്കൂല. എന്തിനാടാ ഇത്ര തിരക്ക് പിടിച്ചെഴുതുന്നേ? ഇമ്പോസിഷനാ. എന്തിന്ന്? ഇമ്പോസിഷനാ. അപ്പൊ പഠിപ്പൊന്നും ഇല്ലല്ലേ? ആ ടൈൻ്റെ ഗെബെന്ന് കണ്ടാ പറയൂലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ നീ എന്നോട് ചോദിച്ചോ. ഞാൻ പഴയ 10ാം ക്ലാസ്സാ. എല്ലടോ എന്തിന്റെ ഇമ്പോസിഷൻ? സ്പീഡും വെലോസിറ്റിയും. സ്പീഡിന് ഇമ്പോസിഷനാ. എന്നാ ചേട്ടൻ പറ, സ്പീഡ് എന്ന് വെച്ചാ എന്താ? സ്പീഡ് എന്താന്ന് അറിഞ്ഞൂടെ? നമ്മളിങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പറയും, ആരുടെ അമ്മക്ക് പിണ്ടം വെക്കാനാ പോകുന്നത്? അതാണ് സ്പീഡ്. എന്നാ ചേട്ടാ അതല്ല, സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് തലശ്ശേരിക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? തലശ്ശേരിക്കൊരു 43-45 കിലോമീറ്റർ ഉണ്ടാവും. ആ, ചേട്ടൻ അവിടെ വരെ പോകാൻ ഏകദേശം എത്ര സമയം വേണം? നമ്മള് ഒരു 40-ലൊക്കെ പോവാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ. ചേട്ടൻ പറഞ്ഞ 40 അതാണ് ചേട്ടന്റെ സ്പീഡ്. അപ്പൊ ചേട്ടൻ എന്താ ചെയ്തതെന്ന് വെച്ചാ ഡിസ്റ്റൻസിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്തു. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കറിയാല്ലേ, നിനക്ക് ഇത്രയൊക്കെ അറിഞ്ഞിട്ട് എന്താണ് ഇമ്പോസിഷൻ കിട്ടിയേ? ആ, അത് പിന്നെ പെട്ടെന്ന് മിസ് ചോദിച്ചപ്പം ഞാൻ മറന്നുപോയതാ. ഏത് മിസ്സാണ് പണിയാന്ന്? മിസ്സിന്റെ പേര് ഷീനാന്നാ, എന്റെ ക്ലാസ് ടീച്ചറും കൂടിയാ. ഈ മിസ്സിന്റെ വാട്സാപ്പ് നമ്പർ ഉണ്ടാ? എന്തിനാ? എന്തിനാ ഉണ്ടെങ്കിൽ ഇങ്ങനെ നീട്ടി പിടിച്ചെടുത്തേണ്ട കാര്യമില്ലല്ലോ. കോപ്പി പേസ്റ്റ് ചെയ്ത് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുത്താ പോരെ. എന്റെ ചേട്ടാ ഒന്ന് സ്പീഡിൽ പോവോ? ഞാൻ ലേറ്റാ. സ്പീഡല്ലേ? ഇപ്പൊ എത്തിച്ചേരാ. ഇവന്റെ മാലയിട്ടും പോയി. ഇത് സ്പീഡിലല്ലോ മറക്ക വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഫസ്റ്റ് പീരീഡ് ഇമ്പോസിഷൻ കാണിച്ചില്ലെങ്കിൽ എന്നെ ക്ലാസ്സിൽ കയറത്തില്ല. എന്റെ പണി വാളി. വന്ന് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിടും തെണ്ടികള് കാരണം. ചേട്ടാ ചേട്ടൻ്റെ ഒരു ബ്ലൂ പെൻ എടുക്കാനുണ്ടാവോ? എൻ്റെ ഒരു പുതിയ ലക്ഷ്യ പെൻ ഉണ്ടായിരുന്നു. അതാ ദിവാറിന് കൊടുത്തു ലോട്ടറിക്കാരൻ. തിരിച്ചു തന്നില്ല. 3 മാസം പോലും ഉപയോഗിച്ചില്ല ഞാനത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടോ നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഏതെങ്കിലും പീടിയുടെ വാതിക്കെ ചവിട്ടി തരാം. എൻ്റെ പൈസ ഇല്ലേ, നീ പോയി വാങ്ങിക്കോ. അത്രേ ഉള്ളൂ കാര്യം. അയ്യോ, വണ്ടി ചേട്ടനൊന്ന് പെട്ടെന്ന് വണ്ടി എടുത്തേട്ടാ പ്ലീസ്. ഈ കാറിനൊന്ന് ഓവർടേക്ക് തന്നെ സ്കൂളിൽ എത്തിക്കേട്ടാ പ്ലീസ് ഏട്ടാ. ഈ മിസ്സിന് ആരാണോ പറഞ്ഞത്? അതെ, ഞാൻ ഇമ്പോഷൻ കൂടി കംപ്ലീറ്റ് ചെയ്തില്ല ഏട്ടാ. ഇനി സ്കൂളിലും കൂടി ലേറ്റ് ആയി മൊത്തത്തിൽ പണിയോ. പ്ലീസ് ഏട്ടാ പെട്ടെന്ന്. ഞാൻ റോക്കറ്റ് പോലെ പിടിച്ചിരുന്നോ? ഓക്കെ പൊക്കോ. പറഞ്ഞു പോയാൻ നിൽക്കണ്ട. ഞാൻ പോയിക്കോളാം. ശരി, വിട്ടോ. ചേട്ടാ പൊളിച്ചു. പീസ് ഔട്ട്. ഇതൊക്കെ എന്തെന്ന് ഓവർടേക്ക്ഡ് വിത്ത് കെയർ. ചേട്ടാ ഇവിടെ മതി. എടാ ഒറ്റയ്ക്ക് എടുക്കടോ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സ്പീഡ്? എങ്ങനെയുണ്ട് നമ്മളെ അസംബ്ലി തുടങ്ങിയാ? India is my country. അല്ല മോനെ, ബാക്കി വേണ്ടേ? ചേട്ടൻ ഒരു ലക്ഷ്യ പെൻ മേടിച്ചോ? My brothers and sisters. I love my country. And I'm proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give respect to my parents, teachers, and all elders, and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Thought of the day. Science is a beautiful gift to humanity. We should not distort it. This is a very popular quote by the late scientist and a former president, Dr. APJ Abdul Kalam. Man has always distorted science for his luxury, comfort, and necessities. So is distortion bad? The best explanation of this quote is, science is not to be used for the materialistic benefit of a few. It is a fruit for the humanity, so it is to be used by all. Thank you. Good morning, fellow teachers and dear students. What is this? Check that. Hello? What we just heard are the beautiful words from our late and beloved President Dr. APJ Abdul Kalam, a great scientist, inspiring leader, വാ മോള് ക്ലാസ്സിൽ കയറിക്കോ. വൈകിയതോർത്ത് പേടിക്കണ്ട. ലൗസി മിസ്സിനോട് ഞാൻ പറഞ്ഞോളാം. ID കാർഡ് എവിടെ? പൊട്ടിപ്പോയി. ഉമ്മച്ചി, പോണ്ടേ? വാപ്പച്ചിയുടെയാണോ? രാവിലെ പറഞ്ഞാണല്ലോ വാപ്പച്ചിയുടെയാണെന്ന്. പിന്നെ ഇപ്പൊ എന്തായാലും കിന്നാരം പറിച്ചില്ല.
schedule earlier. ക്ലാസ്സിൽ കയറി അസംബ്ലി ഇപ്പൊ വിടും. Every student not to bring any mobile phones to the school campus. ശരി. School, attention! National anthem. Assembly disperse. സോറി ശ്യാമളേച്ചി പറ്റിപ്പോയതാട്ടോ. ദേശീയഗാനത്തിന്റെ സമയത്താണോടാ? ഇനി ആവർത്തിക്കില്ല. സോറി.